ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്നും രാവിലെ എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബോക്സ് ഇരിക്കൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കേട്ടോ. കാരണം രാവിലെ എണീച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ വായിലിടണം കേട്ടോ. അപ്പോൾ അച്ചപ്പാണ് കേട്ടോ ആ ഒരു പാത്രത്തിലിരിക്കുന്നത്. പിന്നെ ഞാനതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ അത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് കേട്ടോ ഇവാൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിലത്തത്. പക്ഷേ നമ്മളിന്നും ഇവ മദ്രസയിൽ പോയതിന് ശേഷം വീണ്ടും കിടന്ന് പടിഞ്ഞിട്ട് ഇന്നും ഞാൻ അതുപോലെ അങ്ങ് കിടന്നു കേട്ടോ. എന്നിട്ട് പിന്നെ എണീക്കുന്നത് വേഗം ഒരു 8:50 ആ ഒരു ടൈമിനാണ് കേട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത്. 9:30 10 മണി ആ ഒരു ടൈമിലേക്ക് പോകണം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വേഗം എണീച്ച് വന്ന് പിന്നെ ആകെപ്പാടൊരു എന്താ പറയുക ചുറ്റിത്തിരിച്ചിലായിരുന്നു എന്ന് അറിയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ചടപടീന് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വേഗം കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകുന്നില്ല. ഇവ പോയതിന് ശേഷം പിന്നെ കിടക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ പഴയ പോലെ നടക്കൂല എന്നുള്ളതൊക്കെ അറിയാം. എന്നാലും കിടക്കുന്ന മൈൻഡിലോട്ട് വന്ന് അങ്ങനെ അങ്ങ് കിടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ലെവലായി കിട്ടാൻ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് എനിക്കറിയൂല കേട്ടോ. എന്തോ രാത്രി ഞാൻ എത്ര നേരം വേണേലും പണിയെടുക്കും. അർജൻറ്റ് കൂട്ടിയിട്ട് പണിയെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഫസ്റ്റത്തെ ചപ്പാത്തി കരിഞ്ഞു പോയി. ഇനിയിപ്പോൾ അടുത്ത് ഉണ്ടാക്കുകയെന്ന് ചപ്പാത്തി അല്ല ചത്തിരിയാണ് കേട്ടോ. പത്തിരി രൂപത്തിൽ വാട്ടിക്കുഴച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രാത്രി എത്ര 2 മണിക്ക് വേണേലും ഞാൻ അടിച്ചൊരു തുടക്കലും കുക്കിങ്ങും ഒക്കെ ചെയ്യും കേട്ടോ. ഉറങ്ങാണ്ട് രാത്രി കിടന്ന് ഉറങ്ങാണ്ട് അതൊക്കെ ചെയ്യും. പക്ഷേ രാവിലെ സംതിങ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം രാവിലെ എണീച്ച് പണികളെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രീ ആയി റിലാക്സ് ആയിട്ട് അങ്ങനെ എടുക്കാൻ ഒരു എനർജിന് കയറണം. എന്നാൽ പിന്നെ എല്ലാ പണികളും അങ്ങോട്ട് എടുക്കും കേട്ടോ. രാത്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം കുക്ക് ചെയ്യണതും ക്ലീൻ ചെയ്യണതും. ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ രാത്രിക്ക് എന്തെങ്കിലും പണികൾ എടുക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ എത്ര വൈകിട്ടായാലും വേണ്ട, 11 12 എത്ര വൈകിട്ടായാലും കുഴപ്പമില്ല, ഞാൻ ചെയ്യും. ബട്ട് രാവിലെ എന്നെ കൊണ്ട് കഴിയൂല കേട്ടോ. എനിക്ക് ആ രാവിലത്തെ ഉറക്കം അത് മസ്റ്റാണ് എന്ന് പറയില്ലേ. പക്ഷെ വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ പിന്നെ അല്ലാണ്ട് കോലല്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ടൈം ടേബിൾ ഇൻ്റെതൊന്നും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കഴിക്കാണ്ട് പോവേണ്ടി വരും. അപ്പം എന്തായാലും ഈ വീഡിയോ എടുത്തത് തിങ്കളാഴ്ചയാണ് കേട്ടോ. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായില്ലേ. കുറച്ച് ദിവസമായിട്ട് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ എന്താ വീഡിയോ ഇടാന്നേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ വൈകുന്നേരം പിന്നെ ഇടണം എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ ഇന്ന് വയ്യ വോയിസ് കൊടുക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടാകുന്നില്ല. അപ്പോൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് വെച്ചു കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഇതൊക്കെ ചുടൽ കഴിഞ്ഞ് ഇവാന് ഡ്രസ്സൊക്കെ ചെയ്ത് മുടിയൊക്കെ ഇനി കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും സെയിം ഡ്രസ്സ് തന്നെയാണ് എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് മക്കൾക്ക് ഇതുപോലെ സെയിം ഡ്രസ്സ് എടുക്കാറ് എന്ന് ചോദിച്ചിട്ട്. ഞാനങ്ങനെ ഇന്നൊരു ഷോപ്പ് എന്നൊന്നുമില്ല കേട്ടോ. എവിടുന്നാണോ എടുക്കുന്നത്, എപ്പോഴാണോ ഡ്രസ്സ് എടുക്കുന്നത്, അപ്പോൾ മാക്സിമം രണ്ടാൾക്കും ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കും. പരമാവധി ഞാൻ പാർട്ടി വെയറായിട്ട് ഇങ്ങനെ ഉടുപ്പുകൾ എടുക്കുമല്ലോ, അങ്ങനെ എടുക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ സെയിം ഡ്രസ്സായിട്ട് മാക്സിമം എടുക്കാറ് കേട്ടോ. അല്ലാണ്ട് സാധാ ക്യാഷ്വൽ വെയറായിട്ടൊക്കെ എടുക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. ഇവാക്ക് കിട്ടണ ഇവാക്ക് എടുക്കും, അയനക്കുട്ടി കിട്ടണ അയനക്കുട്ടി എടുക്കും, അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷെ പരമാവധി ഞാൻ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പെരുന്നാൾ അങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മാക്സിമം ഞാൻ രണ്ടാൾക്കും ഒരുപോലെയാണ് എടുക്കാറ്. അത് രണ്ടാളും 2 പെൺകുട്ടികൾ അങ്ങനെ 2 ആൺകുട്ടികളൊക്കെ ഇടുമ്പോൾ നമ്മളങ്ങനെ സെയിം എടുക്കുമ്പോൾ ഒരു രസമല്ലേ, അങ്ങനെ ഇട്ട് കാണാൻ. ട്വിൻസിൻ്റെ മാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ട്വിൻസ്. ഫസ്റ്റ് ഇവാനെ വയറ്റിലുണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ട്വിൻസ് ആയാൽ മതിയായിരുന്നു എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 2 പെൺകുട്ടികൾ ഒരേപോലെ വന്നപ്പോൾ ഓലിക്ക് 2 പേർക്ക് നമ്മൾ ട്വിൻസ് പോലെ ഇട്ട് കൊടുക്കണമെന്ന് മാത്രം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി ഒരുങ്ങി നമ്മൾ പോവാന്ന് കേട്ടോ സ്കൂളിലോട്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ അവിടെ നിന്നുള്ള കുട്ടികളുടെ ഉമ്മമാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഇവിടെ സ്കൂളിലെത്തി. അവിടെ കുട്ടികളെ പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്, പ്രവേശനോത്സവ പരിപാടിയൊക്കെ നടന്നിരുന്നത് ഇവിടെ മുകളിൽ ഹാളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവാനെ എങ്ങോട്ടാ മാറ്റിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവാനെ ലെഗസി UP സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളാണ് കേട്ടോ. ഇത് ഞാൻ പഠിച്ച സ്കൂളായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് ഇനി നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞിപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീട്. ഞാൻ പഠിച്ച സ്കൂളാണ് പറഞ്ഞല്ലോ. ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ല കേട്ടോ. നമ്മൾ നടന്നിട്ടാണ് കേട്ടോ സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവൻ്റെ കൂടെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിന്ന് പല്ലിന്
ക്യാപ്പ് ഇടണം കേട്ടോ. അപ്പോൾ അത് ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഏതായാലും രാത്രി പോവാൻ വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ചിക്കൻ കറിയും ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം ഞാൻ സ്കൂട്ടി ഒന്ന് ഓടിക്കാന്ന് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത്ത സ്കൂട്ടി ഓടിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓടിക്കാൻ അറിയൂലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു 3 ദിവസം നമുക്ക് മദ്രസ ലീവായിട്ട് ഞാൻ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു 3 ദിവസം ഒരു 2-3 തവണ ഫസ്റ്റ് എനിക്ക് മാനുവാപ്പയാണ് കേട്ടോ സ്കൂട്ടി ഒന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിപ്പിയും വാവയും അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഓട്ടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബേസൊക്കെ പറഞ്ഞു തന്ന് മാനുവാപ്പയും കുഞ്ഞിപ്പിയും വാവയും ഓലൊക്കെ കൂടിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്ന് ഞാനൊരു 2-3 ദിവസം കൊണ്ട് തന്നെ അത് ഒരു നാക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്കൂട്ടി ഓട്ടും കേട്ടോ. അൽഹംദുലില്ലാ, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ സ്കൂട്ടി പഠിക്കണം എന്നുള്ളത്. കാരണം കാക്കു ഇവിടെ ഇല്ലാത്തതാണ്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, പുറത്തു പോകാനും ഇരിക്കാനും ഒക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും പഠിച്ചോനെ ഒരു സ്കൂട്ടി ഓട്ടാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കൂട്ടി ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മെയിൻ റോഡിലേക്ക് ഇറക്കാനുള്ള പഠിപ്പായിട്ടില്ല, പക്ഷെ എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട്. മറ്റേത് എനിക്ക് സ്കൂട്ടി ഭയങ്കര കനാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം അത് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി പിന്നെ അതാ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.